ഫോറസ്റ്റ് ടൂറിസ്റ്റിൻ്റെ ഹൈദരാബാദ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിൽ നിന്ന് കുറച്ചുള്ളിലാണ് സംഗാറെഡ്ഡി ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ തലസ്ഥാന പ്രദേശം കൂടിയാണ് സംഗാറെഡ്ഡി എന്ന് പറയുന്നത്. അവിടെ സംഗാറെഡ്ഡി ചൗരോസ്ത എന്ന് പറയുന്ന പ്രദേശമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ചാർമിനാർ കാണാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളുമാണ്. റോഡ് കൾച്ചറും ഇവിടുത്തെ ആളുകളും അവരുടെ സ്വഭാവവും പിന്നെ ഇവർക്ക് മലയാളികളുള്ള സമീപനവും. അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ബസ് നമ്മുടെ കർണാടക ആർടിസിയുടെ ബസ്സാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കർണാടക എന്ന് വെച്ചാൽ അടുത്തുനിന്നല്ല, ഒരു 60-70 കിലോമീറ്റർ അപ്പം കർണാടകയാണ്. ഈ ഒരു കാറുകാരൻ നമ്മളെ ആദ്യമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആളെ കയറ്റുന്നൊരു സംവിധാനം ഇല്ലല്ലോ. ഇവിടെ ഏതായാലും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതേമായിട്ട് ഞാൻ സംസാരിച്ചത്. സുരേഷ് എന്നാണ് പേര്. ഞാൻ മലയാളിയാണ്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും കേരളത്തെ പറ്റി അദ്ദേഹം ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്തു. കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. പുള്ളി മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ യാത്രയിലൂടെ നിങ്ങൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ യാത്ര ഉണ്ടായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉടനീളം പുള്ളി നമ്മുടെ മലയാള സിനിമയെ പറ്റിയാണ് പറഞ്ഞത്. പുള്ളി മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടുണ്ട്, പ്രേമലു കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് ടെൻഷൻ ഉള്ളപ്പോഴൊക്കെ പുള്ളി പ്രേമലുവാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. കാരണം അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളേതായാലും മിയാപൂർ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സംഗാറെഡ്ഡി എന്ന് പറയുമ്പം അവിടുന്ന് ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് മിയാപൂർ. ഇപ്പോൾ റോഡ് വഴി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പം നമ്മൾ മെട്രോ കയറി പോകാനാണ്. അപ്പം ഇവിടുത്തെ ഈ മെട്രോനെ പറ്റി പറയുകയാണെങ്കിൽ 3 ലൈനും കണ്ടാണ്, ഗ്രീന്, ബ്ലൂ, റെഡ്, അങ്ങനെ 3 ലൈനും കണ്ടാണ് നമ്മളിവിടുത്തെ മെട്രോയ്ക്കുള്ളത്. നമ്മുടെ കൊച്ചി മെട്രോയ്ക്ക് ഒറ്റ സിംഗിൾ ലൈനല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മെട്രോയുടെ ഒരു എൻട്രൻസും ഭാഗങ്ങളൊക്കെ ഉണ്ടോ, റോഡിൽ നിന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് നല്ല ഭംഗിയായിട്ട് അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് മിയാപൂർ മെട്രോ സ്റ്റേഷനാണ്. മിയാപൂരും ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടൗണിലോട്ട് അല്ലെങ്കിൽ സിറ്റിയിലോട്ട് ചെല്ലാനായിട്ട്. ഹൈദരാബാദ് മെട്രോനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 65 സ്റ്റേഷനാണ് ഉള്ളത് മൊത്തം. അതായത് 3 ലൈനായിട്ട് ആദ്യമേ പറഞ്ഞല്ലോ, റെഡ്, ബ്ലൂ, അതുപോലെ ഗ്രീന്. ഇനി ഇപ്പോൾ ഒരു പർപ്പിൾ ലൈനും പിങ്ക് ലൈനും കൂടി കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. ഈ പർപ്പിൾ ലൈൻ വരുന്നത് BHELലാണ്, അതായത് ഭാരത് ഹെവി എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് നിന്ന് തുടങ്ങിയിട്ട് LB നഗർ വരെയും. പിങ്ക് ലൈൻ വരുന്നത് നഗോൾ തുടങ്ങിയിട്ട് ചില്ലങ്കപ്പാറയോ അവിടെ അങ്ങനെ ഒരു സ്ഥലം വരെയാണ്. എനിക്ക് താല്പര്യം കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ മിയാപൂർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനകത്തേക്ക് കയറുവാണ്. ഇവിടെ ഒരു KFC ഒക്കെ കാണാം. ഒരുപാട് കടകളുണ്ട്. നമ്മുടെ കൊച്ചി മെട്രോ പോലെയല്ല, കാരണം ഇപ്പം കടകളൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ മനസ്സിലാക്കിയാലും ഫുൾ ഓൺലൈൻ ത്രൂ ആണ് എല്ലാം. അതായത് നമുക്കൊന്നെങ്കിൽ Paytm വഴി, Google Pay വഴി, അല്ലെങ്കിൽ FonePe വഴി QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതല്ലാതെ നമ്മുടെ കയ്യിൽ പേപ്പർ ടിക്കറ്റ് തരുന്ന പരിപാടി വളരെ കുറവാണ്. ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഒരു സ്കാനിങ് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ഇവിടുത്തേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒരു സ്കാൻ ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. ബാഗ് മാത്രമല്ല, നമ്മളെയും സ്കാൻ ചെയ്തിട്ടാണ് വിടുന്നത്. അതുപോലെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദരാബാദ് മെട്രോ. നമ്മുടെ ബാംഗ്ലൂരിലെ മെട്രോയും ഡൽഹി മെട്രോയും കഴിഞ്ഞിട്ട് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ടുള്ള മെട്രോ സംവിധാനമാണ് ഈ ഹൈദരാബാദിലെ മെട്രോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറയും, ഇതിൻ്റെ 90% L&T ആണ്. L&T ഉണ്ടല്ലോ, ലാർസൻ സ്ട്രൂബോ, അവരാണ് ഇതിൻ്റെ 90% ഫണ്ട് ഇറക്കിയിരിക്കുന്നത്. 10% ഹൈദരാബാദ് സർക്കാർ പൈസ കൊടുത്തിട്ടുള്ളത്. കൊച്ചി മെട്രോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 50-50 KMRL എന്ന് പറയുന്ന ഒരു കമ്പനിയും സർക്കാരും 50% പൈസ ഇട്ടിട്ടാണ്. അതായത് ഫുള്ളി സർക്കാരാണ്. അപ്പോൾ ഇത് 90% നമ്മുടെ ഒരു കമ്പനിയാണ്, L&T ആണ് വഹിക്കുന്നതിൻ്റെ ചിലവ്. അതുകൊണ്ട് തന്നെ അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ മെട്രോയുടെ മുമ്പിൽ തന്നെ L&Tയുടെ ലോഗോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് ലൈൻ മാറി കയറണം. ഞാൻ പറയില്ല ഇവിടെ 3 ലൈൻ ഉണ്ടെന്ന്. അപ്പം ലൈൻ മാറി നമ്മൾ എത്തുന്നത് MG ബസ് സ്റ്റാൻഡാണ്. ഇവിടെ തന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു ബസ് സ്റ്റാൻഡാണ്, മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡ്. മെട്രോയിൽ പറയുന്നത് LIC MG ബസ് സ്റ്റാൻഡ് എന്നാണ്. LIC ആണ് ഇതിൻ്റെ ബ്രാൻഡിങ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇപ്പം കൊച്ചിയിലെ സ്കീ എല്ലായിടത്തും ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളൂ. സ്കീ ആണല്ലോ ഇപ്പം കൊച്ചി മെട്രോയുടെ. അതുപോലെ ഇവിടെ LIC ആണ് ഈ ഒരു സ്റ്റേഷൻ ബ്രാൻഡിങ് ചെയ്തേക്കുന്നത്. താഴെയായിട്ട് APSRTCയുടെ, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പഴയ ബസ്സുകളും പുതിയ TSRTCയുടെ, തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയ ബസ്സുകളും. സംഭവം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, 2014 ഇവർ തമ്മിലും തല്ലിപ്പിരിഞ്ഞായിരുന്നു. തല്ലിപ്പിരിയല്ല, ഭരണ സൗകര്യാർത്ഥം പിരിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടുത്തെ ബസ് സ്റ്റേഷൻ അടിപൊളി കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് മോഡൽ തെലങ്കാന സ്റ്റേറ്റ് RTC ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. ഇത് 8ാമത്തെ നമ്പർ ഇവിടെ കാണാം. അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ 42, 43 ബസ് കയറ്റുന്ന അല്ലെങ്കിൽ ബസ് കയറ്റുന്ന ഹാൾട്ട് ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമും നമ്പർ കൊടുത്തേക്കുന്നത്. അത്രയും പ്ലാറ്റ്ഫോമുകളുള്ള ഒരു ബസ് സ്റ്റാൻഡാണിത്. പിന്നെ ഇവരുടെ ബസ് സ്റ്റാൻഡിനെ പറ്റി അല്ലെങ്കിൽ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ TSRTC 2015 തുടങ്ങിയതാണെങ്കിൽ പോലും ഉണ്ടല്ലോ,
മൊത്തം ഒരു 11 മേഖലയായിട്ട്, 3 സോണുകൾ 11 മേഖലയായിട്ട് തിരിച്ച് ഏകദേശം 97 ഡിപ്പോകളും 364 ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മളേതിലും അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് കയറി ചാർമിനാറിന് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചറും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ രീതിയാണ്, ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കത്തില്ല. അതുപോലെ ഡ്രൈവിംഗ് കൾച്ചറും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുകയേ വേണ്ട. നമ്മൾ മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ ഇടിച്ചിട്ടുണ്ട് അവരങ്ങ് പോകും. പിന്നെ അവരെ ഇടിച്ചാലും അവരൊന്നും വലിയ മൈൻഡ് ആക്കാനും പോകുന്നില്ല. കാരണം ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന ആ പ്ലാറ്റ്ഫോമുള്ള വണ്ടികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് വരും. പെയിൻറ്റിങ് പോലും ഇല്ലാത്ത, ഫിറ്റ്നസ് പോലും ഇല്ലാത്ത ഒരുപാട് വാഹനങ്ങളൊക്കെ നമുക്ക് ഈ തെലുങ്കാനയിലോട്ടൊക്കെ വന്നാൽ കാണാനായിട്ട് വരും. പ്രത്യേകിച്ച് ബസ്സുകൾ, ലോറികൾ, ഓട്ടോകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മദീന മാർക്കറ്റാണ്. ഈ കാണുന്ന മദീന മാർക്കറ്റിൻ്റെ അങ്ങേയറ്റത്തായിട്ടാണ് നമ്മുടെ ചാർമിനാറൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളമാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ നീളം വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അങ്ങനെ, പക്ഷേ നമ്മൾ ഫുൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പം കാരണം നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പറയുമ്പോൾ അവിടെ ചെന്ന് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വസ്ത്രങ്ങളുടെയും അല്ലെങ്കിൽ വസ്ത്രങ്ങളും തുണികളും ഒന്നാണല്ലോ അല്ലേ, എല്ലാം ഉണ്ട്. പച്ചക്കറികൾ, അതുപോലെ ഹൈദരാബാദ് ഒരു പേൾ സിറ്റിയാണ്. മുത്തുകളുടെ അല്ലെങ്കിൽ പവിഴങ്ങളുടെയൊക്കെയുള്ള, പവിഴ മുത്തിൻ്റെയൊക്കെ സിറ്റിയാണ്. അപ്പം അതുപോലെ പേൾസ് കിട്ടുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. ഒറിജിനൽ പേളാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അത് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ, നമ്മുടെ സ്ട്രോബെറിയും പേരയ്ക്കയും അങ്ങനെ ചോളവും കണ്ട കച്ചറ എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ഒരു മാർക്കറ്റ് സജീവമാവും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ റോഡിൻ്റെ പകുതി വരെ ഇവർ കടകൾ കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓർത്ത് നോക്കി, ഇതെപ്പം MVD അല്ലെങ്കിൽ പോലീസ് എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിഫറൻസ് ഇവിടെ വലുതാണ്. പക്ഷേ മൊത്തത്തിൽ ഇവർക്ക് മലയാളികളോടുള്ള സമീപനം ഉണ്ടല്ലോ, അത് ഭയങ്കര സ്നേഹമുള്ളതാണ്. നമ്മൾ മലയാളിയാണെന്ന് മനസ്സിലാവുമ്പോൾ ഈ ചെറിയ കടക്കാരൊന്നുമല്ല കേട്ടോ, ഒരു വാഹനത്തിൽ കയറിയാൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു കടയിൽ പോയാൽ അത്യാവശ്യം വിവരമുള്ള ആളുകൾക്ക് നമ്മൾ മലയാളിയാണെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവുമാണ്. അതിന് കാരണം നമ്മുടെ സാക്ഷരതയും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ കൾച്ചറും തന്നെയാണ്. പിന്നെ ഇവർക്ക് മലയാളികളെ നല്ല പരിചയമാണ്. കാരണം ഹൈദരാബാദിൻ്റെ ഏകദേശം ഒരു 4% മലയാളികൾ തന്നെയാണ്. ഏകദേശം 20 ലക്ഷത്തോളം മലയാളികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മിനി കേരളം വരെ, ഫത്തേഹ് നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശമൊക്കെ മിനി കേരളമായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അത്രയും മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മലയാളികളോടുള്ള സമീപനം വളരെ നല്ലതാണ്. അത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മുടെ കരിമ്പ് ഇവിടെ വെച്ചേക്കാണ്. കരിമ്പ് നമ്മുടെ നാട്ടിൽ വിൽക്കുന്നതല്ല, തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സ്ട്രോബെറിക്ക് 60 രൂപയോ 30 രൂപയോ അങ്ങോട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു നേരെ പോയിട്ട് ചാർമിനാർ കയറാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പച്ചക്കറി മാർക്കറ്റുണ്ട്. അതായത് ഈ ഒരു മാർക്കറ്റിലോട്ട് വന്നാൽ, മദീന മാർക്കറ്റിലോട്ട് വന്നാൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. പ്രഭുവിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ല, പേൾസിൻ്റെ കടകൾ. ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ ജ്വല്ലറിയാണ്. ജ്വല്ലറി മീൻസ് പേളുകൾ, മുത്ത്. ഹൈദരാബാദ് അതിന് മുത്തിൻ്റെയൊക്കെ ഒരു സിറ്റിയാണല്ലോ. നമ്മുടെ തൂത്തുക്കുടിയും അങ്ങനെ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര കാഴ്ചകളാണ്. ഏത് വശത്തേക്ക് നോക്കിയാലും അവിടെയെല്ലാം നിറയെ കാഴ്ചകൾ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു നഗരം കൂടിയാണ് ഹൈദരാബാദ്. അപ്പോൾ എനിക്ക് ഒരു മലയാളി എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്. ഞാൻ കയറിയ ഓട്ടോയിലാണെങ്കിലും, ഞാൻ കയറിയ വാഹനത്തിലാണെങ്കിലും, ഞാൻ കയറിയ കടയിലാണെങ്കിലും ഞാൻ മലയാളം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എൻ്റെ അടുത്ത് കാണിച്ച ഒരു മര്യാദയും സ്നേഹവും ഞാൻ നല്ലപോലെ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ നാടിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. നമ്മുടെ നാട്ടിലെ സിനിമകൾ ഇവരധികം കാണുന്നത് പറയുന്നത് കേൾക്കുന്നത് സന്തോഷമാണ്. അപ്പോൾ ഇത് ദൂരെയായിട്ട് നമുക്ക് ചാർമിനാർ കാണാം. നല്ല ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ട്രാഫിക് കൾച്ചറൊന്നും ഇല്ല. ട്രാഫിക് കച്ചറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കൾച്ചറൊന്നും ഇവിടെ ഇല്ല. ഇവർ ഇതിലെ കൂടിയൊക്കെ ഇടിച്ചു കൂത്തി പോവും. ഞാൻ വ്യക്തമായിട്ടൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ ഒരു റാലി നടക്കുകയാണ്. ചാർമിനാറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയാണ്. ചാർമിനാർ അവിടെ ഒരു പള്ളിയുണ്ടല്ലോ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റാലി നടക്കുന്നതിൻ്റെ ശബ്ദം എനിക്ക് ഇവിടെ നിന്നേ കേൾക്കാം. നോക്കി, ഈ ഒരു പരിപാടി നടക്കുന്നത് പോലീസുകാരുടെ മൂക്കിൻ്റെ തുമ്പിലെന്ന് പറയുന്ന പോലെ വയറിൻ്റെ തുമ്പിലാണ്. അതുകൊണ്ട് പോലും ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഓർത്ത് നോക്കി, അത്രയും ഒരു വ്യത്യാസം. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഹെൽമെറ്റ് വെക്കാറേ ഇല്ല. ഇവിടെ ഹെൽമെറ്റ് വെക്കുന്നത് വളരെ വിരളമായ ആളുകളാണ്. പോലീസുകാർ പോലും ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെയാണ് പോകുന്നത്. ഞാൻ കണ്ടതില്ലെങ്കിൽ അത്ഭുതം തോന്നിയൊരു കാര്യമാണത്. അപ്പം ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. തൊട്ടപ്പുറത്ത് ചാർമിനാറുണ്ട്.
അപ്പോൾ ചാർമിനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇതിന് തൊട്ടുപുറകെയായി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. ചാർമിനാറിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതും ഹൈദരാബാദിലെ ഏതെല്ലാം സ്ഥലങ്ങൾ നമ്മൾ പോകണമെന്നുള്ളതുമാണ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹൈദരാബാദിലെ ചുമ്മാ വഴികളിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി, അത് നിങ്ങളിലേക്കും എത്തിക്കുകയാണ്. ഏതായാലും ചാർമിനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹൈദരാബാദിലെ കാഴ്ചകളും നമ്മുടെ കേരളവുമായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് എന്നെപ്പോലെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.